ഹലോ, 15 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഈസി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതും വളരെ കുറച്ച് ഐറ്റംസ് മതി കേട്ടോ. ആദ്യം ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടി മാറ്റി വെക്കുക. 1 കിലോ ചിക്കനാണ്, ബോണുള്ള പീസ്. നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 1.5 സ്പൂണും, അതുപോലെ തന്നെ ഒരുപാട് പൊടിക്കാത്ത ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണും, അതേ അളവിൽ തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ മുളക്, ഉണക്കമുളകില്ലേ, ചില്ലി ഫ്ലേക്സ്, അതും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്തു. അത് ഒരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചേർത്താൽ മതി. അത് 3 കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചിക്കൻ കൈ കൊണ്ട് തിരുമ്മി ഈ സംഭവങ്ങളൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ട് മാറ്റി വെച്ചു. ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, ബിക്കോസ് നമ്മൾ പെട്ടെന്ന് എടുക്കില്ല. ആ ഉള്ളി ഒന്ന് നല്ല മുരിഞ്ഞു വരുന്നൊരു പാകമാണ്. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് തിരുമ്മി മാറ്റി വെച്ചു. ഉള്ളി എനിക്ക് ഓവറായിട്ട് നന്നായിട്ടൊരു ഫ്രൈ ചെയ്ത് മുരിഞ്ഞ് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അത് നല്ല മുരിച്ചെടുത്തു. ആ കുറച്ച് എണ്ണയിലാണ് ചെയ്തത്. അപ്പോൾ അത് മുരിഞ്ഞപ്പോഴേക്കും അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 2.5 സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 2 സ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് അങ്ങനെ സൈഡ് മൂപ്പിച്ചെടുത്തു. അതാകുമ്പോൾ പെട്ടെന്ന് ഇത് കുക്കായിട്ട് ആ പച്ചമണമൊക്കെ മാറി വരും. അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് സവാളയിലേക്ക് ഇടുമ്പോൾ ഇതൊന്ന് കുക്കായി വരാൻ, അതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുന്നു, കാരണം നല്ല പാൻ ചൂടായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ മസാല മാത്രമാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പച്ച കുത്തലൊക്കെ മാറി വന്നു. എന്നിട്ട് ഞാൻ പിന്നെ ആ മുരിഞ്ഞ സവാള ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ കറി എനിക്ക് പൊതുവേ ഇവിടെ വന്നിട്ട് ഈ നോൺ വെജ് ഉണ്ടാക്കണ ഒന്നും ഇഷ്ടപ്പെടാറില്ല. കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റും ചിക്കനും ബീഫിനും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്തവണ മാത്രമല്ല, ഞാനിവിടെ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സവാളയൊക്കെ ചേർക്കും. സാധാരണ ലെവലിൽ ഒരു 4, 5, 6 സവാളയൊക്കെ ചേർക്കുന്നതിന് പകരമാണ് ഈ കുഞ്ഞു 3 സവാളയിൽ ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്. മാത്രമല്ല, ഞാൻ ഗരം മസാല പോലും ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ എനിക്ക് ഈ പ്രാവശ്യം കിട്ടി. കാരണം ഓവർ മസാലാസിൻ്റെ കുത്തലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത്. ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. അപ്പം ഇത്തവണ ഞാനിങ്ങനെ അനാവശ്യ മസാലകളൊന്നും ചേർക്കാതിരുന്നപ്പോൾ കറക്റ്റായിട്ട് ആ ചിക്കൻ്റെ ഫ്ലേവർ ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് കിട്ടിയപ്പോൾ നല്ല രുചിയുള്ള കറിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും. അത് മാത്രമല്ല, എളുപ്പ പണിയുമാണ്. അപ്പോൾ അതൊന്ന് മസാല ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പുരട്ടി വെച്ച് ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ അഡീഷണലി ആകെ ഇതിൽ ചേർക്കേണ്ടത് നമ്മുടെ സ്റ്റോക്ക് ക്യൂബ്സ് കിട്ടില്ലേ, ചിക്കനും ബീഫിൻ്റെയൊക്കെ സ്റ്റോക്ക് ക്യൂബ്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. നാട്ടിലും കിട്ടും, ഇവിടെയും കിട്ടും. അപ്പം ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1 ക്യൂബ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചപ്പോഴേക്കും ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി. ഇവിടുത്തെ ചിക്കനൊക്കെ ഭയങ്കരമായിട്ട് വെന്ത് പോണ ചിക്കനാണ്. അപ്പോൾ ഇത്രയും വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഞാൻ ക്യൂബും കൂടെ ചേർത്തതുകൊണ്ട് പിന്നെ എക്സ്റ്റേണൽ എനിക്ക് ഉപ്പൊന്നും ചേർക്കേണ്ടി വന്നില്ല. നല്ല ഉപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു, കറിക്കെല്ലാം ഉണ്ട്. ഒരു നല്ല ചിക്കൻ്റേതായ ഒരു വാസനയും ഉണ്ടായിരുന്നു. അതല്ലാതെ ഓവർ ഗരം മസാലയുടെ ഫ്ലേവർ ഒന്നും വന്നില്ല. എന്നിട്ട് ഞാനൊന്ന് ഇളക്കി എന്നിട്ട് ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടൻ പൊറോട്ട ഇവിടെ വാങ്ങിക്കാൻ കിട്ടും, പാക്കറ്റിൽ ഫ്രോസൺ ആയിട്ടുള്ള മലബാർ പൊറോട്ട എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി അതിൻ്റെ കൂടെ കഴിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു നാട്ടിലെ ഫീലൊക്കെ ഉണ്ടായിരുന്നു. നല്ല സുഖമായിരുന്നു 2 ദിവസത്തെ ഫുഡിൻ്റെ കാര്യം. ലഞ്ചിനൊക്കെ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ഇത് കൊണ്ടുപോകാനൊക്കെ പറ്റി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എനിക്കിത് അങ്ങനെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടതും കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒരു 1/2 ഗ്ലാസോളം വെള്ളം കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തീ ഓഫ് ചെയ്തു. അപ്പോഴേക്കും നല്ല അടിപൊളി ചിക്കൻ റെഡിയായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ പിന്നെ ഗാർണിഷിന് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ.